അനുമോൾക്ക് ഡ്രൈവറില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു മാനേജർ ഇല്ല. പിന്നെ കാറ് അവളൊരു പർദ്ദ ഇട്ടിട്ട് ഈ പറഞ്ഞ ട്രെയിനും ബസ്സിലേക്കാണ് പോയിട്ടിരുന്നത്. സത്യമാണ്. ഞാനാണ് മിക്കപ്പോഴും ഈ മലപ്പുറത്തൊക്കെ വരുമ്പോ ഒന്നുകിൽ മറ്റേ ഷൊർണൂര് അല്ലെങ്കിൽ മറ്റേ കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ പിക്കുക, അല്ലെങ്കിൽ ഈ A1 ബസ് ഉണ്ടല്ലോ, A1 ബസ് കൂടുതൽ ട്രാവൽ ചെയ്യാറ്. ആ ബസ് ചിലപ്പോ ഒന്നുകിൽ എവിടെയും ഒരു മെയിൻ ഒരു ഏരിയ ഉണ്ടോ, മിക്ക എടപ്പാളാണ് സ്റ്റോപ്പ്, എടപ്പാളത്ത് പിക്കും. അങ്ങനെ എവിടെയൊക്കെ പിക്കുക, അല്ലെങ്കിൽ മറ്റേ ചങ്കോട്ടി സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ പിക്കും കോട്ടക്കല്. ഞാൻ കാണുന്നില്ല, ഈ ആളുകൾക്ക് എന്തുകൊണ്ടും പറയാനുണ്ട്. ഈ ടാർഗറ്റ് ചെയ്യണതിനെ കുറിച്ച് എന്താ പറയുക? നല്ല ഗെയിമേഴ്സിനെ ടാർഗറ്റ്. അതിപ്പോ ബിഗ് ബോസ് എല്ലാ ഭാഷയിലും ഓരോ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെയാണ്. അതായത് പുറത്തിറങ്ങിയ ആൾക്കാർ വീണ്ടും കയറി തന്നിട്ടാണ് ഗെയിമിന്റെ ഭാഗമാവാതെ തന്നെ. ഇപ്പോ ഞാൻ സോഷ്യൽ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഫാമിലിനെ നിങ്ങൾ കണ്ടോ? ഇല്ല. അക്ബറിന്റെ അകത്തുള്ള ആളെ എങ്ങനെ അക്ബർ അറിയുന്ന പുറത്തുള്ള കാര്യം? അക്ബറിനോട് പറഞ്ഞതാണ്. ആരിനാണോ കോടതി? ആരാണോ ബിഗ് ബോസ്? ആരിനോ എന്ന വ്യക്തി പുറത്തു പോയിട്ട് ആരിലും, ഞാൻ ഇപ്പോഴും പറഞ്ഞത് ബിഗ് ബോസിൽ ഞാൻ പോയ ആളാണ്. ഈ അവിടുന്ന് ഇവിടുന്ന് കേട്ട് വെച്ചിട്ടില്ല, ജഡ്ജ് ചെയ്യാതെ നമുക്കൊരു ആ വ്യക്തിയെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. അനുമോൾ എന്നൊരു വ്യക്തി, ഞാൻ അതിനകത്ത് പോയതാണ്. അനുമോൾ അവിടെ ആരും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ബിഗ് ബോസിനെല്ലാം കാണുന്നത് വ്യക്തിപരം ടാർഗറ്റ്. ഗെയിമിന്റെ രീതിയിൽ പല വർത്തമാനമൊക്കെ പറയണ്ടാവും. അത് ആ ഷോയുടെ ഭാഗമാണ്, അല്ലാതെ